മാറ്റുകൾ, പല ടൈപ്പിലുള്ള മാറ്റുകൾ. ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഏതാണ്? ഡോർമാറ്റ് ആണോ, ജിം മാറ്റ് ആണോ, പാത്വേ മാറ്റ് ആണോ? നോർമൽ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പോകും. ഡോർമാറ്റ് കൂടുതലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ജിം മാറ്റ് കൂടുതലായിട്ട് നമുക്ക് സെയിലിലേക്ക് വരുന്നത്. നമസ്കാരം. മാറ്റുകൾ, പല ടൈപ്പിലുള്ള മാറ്റുകൾ. ഇത് കംഫർട്ട് മാറ്റ് എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ പാത്രയിലൊക്കെ ഇടാനായിട്ട് പറ്റുന്ന മാറ്റാണ്. തെന്നിപ്പോവില്ല. നമ്മൾ ചിലപ്പം വഴികളുള്ള വഴികളായിരിക്കും, ചിലപ്പോൾ റിസോർട്ടായിരിക്കും, റിസോർട്ടിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ നല്ല തെന്നലുള്ള ഒരു പാത്വേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിടാൻ പറ്റുന്ന മാറ്റുകൾ. അതേ അങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പാത്വേ മാറ്റ്സ് മാത്രമല്ല, ഇഷ്ടം പോലെ വെറൈറ്റി മാറ്റുകളുണ്ട്. ഡോർമാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കൗ മാറ്റ് ഉണ്ട്, ജിം മാറ്റ് ഉണ്ട്. ജിമ്മിലൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ജിമ്മിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന മാറ്റുകൾ. അതുപോലെ തന്നെ കിഡ്സ് ഏരിയ മാറ്റ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റി മാറ്റുകളാണ് നമുക്കിവിടെയുള്ളത്. ഇതിപ്പം ഇവർ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നമ്മൾ ജി മാറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ കോട്ടയത്ത് വന്നാണ്. ഇവരുടെ കംപ്ലീറ്റ് മാറ്റ് പ്രൊഡക്ഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. തുടങ്ങല്ലേ? വാ. ഞാൻ മുമ്പേ പറഞ്ഞ ജിം മാറ്റില്ലേ, ഇതെല്ലാം ജിം മാറ്റുകളാണ്. ജിമ്മിൽ ഉപയോഗിക്കാനായിട്ടുള്ള മാറ്റുകൾ. അതിനൊരു സ്പെസിഫിക് ഹാർഡ്നെസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫൈനൽ പ്രോസസ്സിലാണ്, ഇതിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് ഫൈനൽ പ്രോസസ്സാണ്. ഈ പാക്കേജിങ്ങിന് പോകാനായിട്ടുള്ള ഇതിനകത്ത് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. ജിജി ഉണ്ട് എൻ്റെ കൂടെ. നമസ്കാരം ജിജി. ജിജി ഇതിൻ്റെ ഓണറാണ്, അതുപോലെ തന്നെ ജിം മാറ്റിൻ്റെ എല്ലാമാണ്. നമുക്ക് ജിജിയോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ പ്രോസസ്സ്. ഇത് ഞാനിപ്പോൾ ജിം മാറ്റിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ ജിം മാറ്റ് മാത്രമല്ല, ഇവർക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ജിജിയോട് ചോദിക്കാം. ജിജി, ഈ മാറ്റ് പ്രൊഡക്ഷനിലേക്ക് വന്ന എന്നാണ്, എത്ര നാളായി നിങ്ങൾ ഈ മാറ്റ് പ്രൊഡക്ഷനിലുള്ളത്? അവിടെ പോലെ നമുക്ക് കഥകൾ പറയാം. നമ്മളിപ്പോൾ 40 വർഷത്തിന് മേളിലായി ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. നമ്മളാദ്യം ഫാദറായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അതിനുശേഷം ഞങ്ങൾ ബ്രദേഴ്സ് 3 പേരാണ്. 3 പേരും ഈ ഫീൽഡിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ 25 വർഷത്തോളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ അതേ ആ എക്സ്പോർട്ട് ക്വാളിറ്റി തന്നെ, അതായത് നമ്മുടെ യൂറോപ്പ്, US നമ്മൾ സാധനം കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ ക്വാളിറ്റി മാറ്റുകൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശം ഇവിടെ നമ്മളിപ്പോൾ ജി മാർട്സിൻ്റെ ബ്രാൻഡിൽ 1 വർഷത്തോളമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അതെ അതെ. ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതിന് മുമ്പ് ജിജിയോട് ഓൾറെഡി ഞാൻ സംസാരിച്ചിരുന്നു. ചെറിയ തോതിൽ കാര്യങ്ങൾ അറിഞ്ഞു, പക്ഷേ ഞാൻ അറിഞ്ഞത് ഞാൻ പലപ്പോഴും മറന്നും പോകും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒത്തിരി സ്റ്റേജസ് ഒക്കെ ഉണ്ട്. ഇതിപ്പം ഫൈനൽ സ്റ്റേജാണ്. ഇത് ജിമ്മിൻ്റെ മാറ്റിൻ്റെ, ജിമ്മിൽ ഉപയോഗിക്കുന്ന മാറ്റിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. പക്ഷേ ഇത് കൂടാതെ ഇഷ്ടംപോലെ മാറ്റുകൾ, വെറൈറ്റി മാറ്റുകളുണ്ടല്ലേ? ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഏതാണ്? ഡോർമാറ്റ് ആണോ, ജിം മാറ്റ് ആണോ, പാത്വേ മാറ്റ് ആണോ? നോർമൽ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പോകും. ഡോർമാറ്റ് കൂടുതലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ജിം മാറ്റ് കൂടുതലായിട്ട് നമുക്ക് സെയിലിലേക്ക് വരുന്നത്. ജിം ഹെൽത്ത് കോൺഷ്യസ് ആകുന്നുണ്ട്. തീർച്ചയായിട്ടും. ഈ ജിം മാറ്റും സാധാരണ മാറ്റും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? ജിമ്മിൽ ഉപയോഗിക്കുന്ന മാറ്റുകൾ സാധാരണ ഹാർഡ് മാറ്റുകളായിരിക്കും. അതായത് ഷോറ് ചെക്ക് ചെയ്ത്, അത് ഷോറിന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹാർഡ്നെസ് ആണ്. സാധാരണ നോർമൽ മാറ്റുകൾക്ക് എൻ്റെ ഹാർഡ്നെസ്സോ ഷോർ കണ്ടൻറ്റോ ചെക്ക് ചെയ്യേണ്ട, ഷോർ ഹാർഡ്നെസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഹാർഡ്നെസ് മസ്റ്റാണ്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സ്മെല്ല് ഫ്രീ ആയിരിക്കണം. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ നോർമൽ എല്ലാ ജിമ്മും AC ആയിരിക്കും. AC നിൽക്കുമ്പോഴത്തേൻ്റെ സാധാരണ റബ്ബർ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്മെല്ലായിരിക്കും. ഇത് നമ്മൾ സ്മെൽ ഫ്രീ ആയതുകൊണ്ട് ആ മണം ഉണ്ടാകത്തില്ല. ഈ മാറ്റിൻ്റെ പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്? എന്തിൽ നിന്നാണ് തുടങ്ങുന്നത്? റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റബ്ബർ ഷീറ്റാണോ? മെയിനായിട്ട് നമ്മൾ റബ്ബർ ഷീറ്റാണ് അതിൻ്റെ മെയിൻ ഘടകം. പിന്നെ റബ്ബർ പൗഡറുകൾ, മറ്റുള്ള റോ മെറ്റീരിയൽ, ഇതെല്ലാം നമ്മൾ ശരിക്കും ലീഡറിൻ്റെ മെഷീനകത്ത് ഇതെല്ലാമായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം നമ്മൾ മിക്സിംഗ് മില്ലുണ്ട്. അതിലായിട്ട് ഈ കോമ്പൗണ്ട് നമ്മൾ മിക്സിംഗ് മില്ലിലിട്ട് അത് നമ്മുടെ വെയിറ്റ്, സൈസ് അതനുസരിച്ച് നമ്മുടെ ഷേപ്പിനനുസരിച്ച് വലിച്ചെടുക്കും. അതിനുശേഷം നമ്മുടെ ഈ പ്രസ് ചെയ്യുന്ന മെഷീൻ ഉണ്ട്, ഹൈഡ്രോളിക് പ്രസ്. ഈ പ്രസ്സിൽ വെച്ച് നമ്മൾ അതിന് പ്രത്യേക ടെമ്പറേച്ചറുണ്ട്. ആ ടെമ്പറേച്ചർ അതിന് ഇത്ര ടൈമുണ്ട്. ആ ടൈം അനുസരിച്ച് ഇത്ര മിനിറ്റ് ഓരോ മാറ്റിനും ഓരോ ടൈമാണ്. ആ ടൈം വെച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സൈഡ് കട്ടിങ് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഈ ഫ്ലോ വരുന്നത് ഓവർ ഫ്ലോ ആയിട്ട് വരുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം നമ്മളത് അതിനപ്പുറയാണ് അത് ഫോൺ പഞ്ച് ചെയ്യുന്ന മിഷൻ. അത് എല്ലാം പഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലേ? ഇല്ല. നമ്മൾ ജിം മാറ്റുകൾക്കൊന്നും പഞ്ചിങ് ഇല്ല. ഇതിനൊക്കെ ജസ്റ്റ് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്തതാണ്. ഇത് ലോക്ക് ചെയ്യുന്ന സൈഡ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് പഞ്ചിങ് വരുന്നില്ല. ഇത് ഒരു മാറ്റ് എടുത്ത് ഇതിൻ്റെ 2 മാറ്റ് ഇങ്ങനെ അതെ ലോക്ക് ചെയ്യാണ്.
അപ്പോൾ അത് ഗ്യാപ്പ് ഇല്ലാതെ വരും. അതെ അതെ അതെ. അപ്പോൾ മാറ്റി വെച്ചിട്ട് ഇത് സൈഡിൽ ലോക്ക് ചെയ്ത് കണ്ട് കട്ട് ചെയ്യുക. ജസ്റ്റ് ലോക്ക് ചെയ്ത് സാധാരണ നമ്മളെല്ലാവരും ഈ ലോക്കൊന്നും പക്ക ആയിരിക്കില്ല. ഇത് നമ്മുടെ കർവിങ് കട്ടിങ് എല്ലാം പക്ക ക്ലീനാണ്. സാധാരണ നോർമൽ കിട്ടുന്ന മാറ്റം ജിമ്മിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് പല സൈസിലും പല പൊങ്ങിയും താന്നും ഒരു ഷേപ്പായി കിടക്കത്തില്ല. അവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോവും. ഇത് നമ്മുടെ ലോക്കെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ലോക്കാണ്. പിന്നെ ഈ ജിം മാറ്റ് അല്ലാതെ നമുക്ക് വേറെ മാറ്റുകളും ഇല്ലേ? അതെ. ഏതൊക്കെ ടൈപ്പ് മാറ്റുകളാണ്? ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമുക്ക് മാറ്റ് പറയുന്നത് 500 വെറൈറ്റിക്ക് വേണ്ടി മാറ്റുകളുണ്ട്. അതിന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിം മാറ്റുകളുണ്ട്, ഇൻഡസ്ട്രിയൽ യൂസിലുള്ള മാറ്റുകളുണ്ട്, പിന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡോർ മാറ്റുകളുണ്ട്, പിന്നെ കൗ മാറ്റ് നമ്മുടെ പശുത്തൊഴുത്തിൽ ഉപയോഗിക്കുന്ന മാറ്റ്. പശുത്തൊഴുത്തിൽ ശരിക്കും മാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഈ പശുത്തൊഴിൽ അയർലൻഡ് മുതലായ രാജ്യങ്ങളിൽ മെയിനായിട്ട് കയറ്റുന്നത് ഈ കൗ മാറ്റുകളാണ്, അതായത് സ്റ്റേബിൾ മാറ്റുകൾ. ഇതിന്റെ പ്രയോജനം എന്താ? ശരി, അതായത് മെയിനായിട്ട് പശു നമ്മൾ കുളമ്പ് രോഗം, അതായത് ഈ കൂടുതലായിട്ട് തണുപ്പത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ കാലിന് നമുക്കാണെ തന്നെ കുറച്ച് നിന്ന് കഴിയുമ്പോൾ കാലിനൊരു മരവിപ്പൊക്കെ ഉണ്ടാകത്തില്ലേ, ഇന്നുവരെ പശു കുളമ്പ് രോഗം ഉണ്ടാവും. അപ്പോൾ അതുണ്ടായിരിക്കും നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ക്ലീനിങ് എളുപ്പമാണ്, പശുവിൻ്റെ ചൂട് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ എല്ലാ ഇടങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഓർഡർ നമുക്ക് വരുന്നുണ്ട് ഇവിടെ നിന്ന്. അതേപോലെ തന്നെ ഈ കിഡ്സ് ഏരിയ മാറ്റ് എന്ന് പറഞ്ഞു. അതെ അതെ. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? കിഡ്സ് ഏരിയ അത് ഏറ്റവും പുതുതായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ചൈന മാറ്റ് വെച്ചുമ്പോൾ കരം കുറഞ്ഞ ഒരു മാറ്റുകൾ സാധാരണ നോർമൽ വന്നുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ ഏറ്റവും പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ, അതായത് നമുക്ക് അവർ പറയാം, പാർട്ടി പറയും ഇന്ന ഡിസൈൻ വേണം, എല്ലാവരും കാർട്ടൂൺ അതിൻ്റെ പടം വേണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് അത് ലോക്ക് ചെയ്യും. എത്ര ഏരിയ വേണം ഉപയോഗിക്കാം. അത് ഡിഫറെൻറ്റ് കളറിലാണ്, പല കളർ. നമുക്ക് അവർ പറയുന്ന നമ്മൾ പാർട്ടിയുടെ പറയുന്ന ഏത് കളർ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പം സാധാരണ ഞാൻ ഇവിടെ കാണുന്ന കൂടുതലും മാറ്റുകളെല്ലാം ബ്ലാക്ക് കളറാണ്. അതെ. പക്ഷേ കിഡ്സ് ഏരിയ മാറ്റ് നമുക്ക് ഓറഞ്ചോ യെല്ലോയോ ഏത് കളർ അവരുടെ നമ്മൾ പറയുന്ന ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഞാനൊരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ശരിക്കും മാറ്റ്സ് ഉപയോഗിക്കുമല്ലോ, എസ്പെഷ്യലി കിച്ചൺ ഏരിയയിലൊക്കെ മാറ്റ്. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റുണ്ടോ നമുക്കിവിടെ? തീർച്ചയായിട്ടും. റെസ്റ്റോറൻറ്റ് മാറ്റ് നമുക്ക് മെയിനായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് മാറ്റാണ്. അതായത് US, യൂറോപ്പ് മുഴുവൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് മാറ്റുകളാണ്. അതായത് മെയിനായിട്ട് അത് വാഷ് ഏരിയയിൽ, മറ്റുള്ള പാസേജ് ഏരിയയിൽ, കിച്ചണിൽ, ഇങ്ങനെയാണ് മെയിനായിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ് പ്രത്യേകത വെച്ചാൽ US-ലും യൂറോപ്പിലൊക്കെ താലേറ്റ് കണ്ടന്റുകൾ ഇല്ലാത്ത മാറ്റ്, അതായത് താലേറ്റ് ഫ്രീ മാറ്റുകൾ. താലേറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ താലേറ്റ് കണ്ടന്റുകൾ നമ്മുടെ ശരീരം ഈ കൂടുതലായിട്ട് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരമായിട്ട് കോണ്ടാക്ട് വരുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ചില എഫക്റ്റ് ഉണ്ട്. അപ്പം നിലവിൽ ആ താലേറ്റ് ഫ്രീ കണ്ടന്റുകൾ ഇല്ലാത്ത മാറ്റുകളാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ മാത്രം, റെസ്റ്റോറൻറ്റ് അല്ല, ജിമ്മിൽ. ഇപ്പം നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന ഏറ്റവും മെയിനായിട്ട് ജിം മാറ്റുകളാണ്. ജിം മാറ്റ് ഒരിക്കലും താലേറ്റ് കണ്ടന്റുകൾ ഇല്ലാത്ത മാറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓരോ പീസും നമ്മൾ ചെക്ക് ചെയ്ത് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതേ ക്വാളിറ്റി മാറ്റിലാണ് നമ്മളിവിടെ ലോക്കൽ മാർക്കറ്റിൽ ചെയ്യുന്നത്. ഇതിപ്പം റെസ്റ്റോറൻറ്റ് മാറ്റാണോ? അതെ അതെ. ഇത് റെസ്റ്റോറൻറ്റ് മാറ്റ്. റെസ്റ്റോറൻറ്റ് മാറ്റ് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന മാറ്റാണ്. ഇത് ഇത്ര ഏത് ഏരിയ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ബബിൾ മാറ്റ്, അതായത് ഇത് ഇൻഡസ്ട്രിയൽ യൂസാണിത്. നമ്മളത് മെഷീൻ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ സമയം ജോലി ചെയ്യുമ്പം ഒരു കാലിന് മരവിപ്പും എല്ലാ അസ്വസ്ഥതകളും ഉണ്ടാകും. ആ പെയിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇൻഡസ്ട്രിയൽ മാറ്റാണ്. അത് തന്നെ. ഇത് ബൂട്ട് സ്പേസ്. ഡിക്കിൽ ഉപയോഗിക്കുന്ന മാറ്റം തന്നെയാണ് സംഭവം. നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മാറ്റമാണ്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നമ്മളിത് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കോമൺ സൈസാണ്, അതായത് ഏത് വണ്ടിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സൈസ് അതെ, കോമൺ സൈസാണ് ഇതിനെല്ലാം. ഈ താലേറ്റ് ഫ്രീ നമ്മൾ മെയിനായിട്ട് നമ്മളിപ്പോൾ ലോക്കൽ മാർക്കറ്റ് നമ്മൾ ജിമ്മാറ്റിൻ്റെ കാര്യം പറയാനില്ല. ഈ ജിമ്മാറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലായിടത്തും കിട്ടുന്നത് ലോക്കൽ നമ്മൾ സാധാ മാറ്റാണ്. ഇത് ശരിക്കും താലേറ്റ് കണ്ടന്റുകളും നമ്മുടെ താലേറ്റ് ഫ്രീ മാറ്റാണ്. ഈ താലേറ്റ് കണ്ടന്റ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ജിമ്മിലാകുമ്പോൾ ശരീരം നമ്മൾ കൂടുതലായിട്ട് മാറ്റുമായിട്ട് ടച്ച് ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില ചൊറിച്ചിലും അങ്ങനെ സ്കിൻ ഡിസീസും അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് ഈ താലേറ്റ് ഫ്രീ മാറ്റുകൾ മാത്രമേ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ ജിമ്മിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അത് യാതൊരുവിധ ശാരീരികമായ ശരീരത്തിന് പ്രശ്നങ്ങളോ വേറെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ സ്മെൽ ഫ്രീ ആണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ജിമ്മുകളെന്നാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം AC ജിമ്മുകളാണ്. അപ്പോൾ അവിടെ ഈ സ്മെൽ ഫ്രീ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മണം വരത്തില്ല. മറ്റേ സാധാ മാറ്റി ഇട്ട് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായ ആ റബ്ബറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതും ആ റോ മെറ്റീരിയൽ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും. അങ്ങനെ കുറേയേറെ മാറ്റുകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജിജിയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഇത് പലതും എനിക്ക് പുതിയ അറിവുകളാണ് കേട്ടോ. താങ്ക്സ് എ ലോട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റുകൾ അവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് വീട്ടിലേക്ക് മാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വാങ്ങാം. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, മാറ്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ട് കാര്യമില്ല. അവരുടെ നമ്പറിൽ സെയിൽസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ നമ്പർ കാണും, അവരോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. തൽക്കാലത്തേക്കിന് ബൈ. ജിജി ഒരു ബൈ പറയൂ. ബൈ.